ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പോളണ്ടിലാണ് ഉള്ളത്. ഇന്നലെ ഞാൻ അവിടുന്ന് ഫ്ലിക്സ് ബസ് കയറി ഞാനിവിടെ എത്തി. രാത്രി എത്തിയപ്പോൾ ഒരു 9 മണിക്ക്. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള വാർസോയിലല്ല ഉള്ളത്. ഞാൻ വേറൊരു സ്ഥലത്താണുള്ളത്. ലൈക്ക് ഒരു ഉള്ളിലേക്കുള്ളൊരു ചെറിയ ഗ്രാമത്തിലാണ്. ഇവിടുത്തെ ഗ്രാമം കണ്ടോ, ഭയങ്കര പീസ്ഫുള്ളാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമം. ഏറ്റവും ഉള്ളിലേക്കുള്ളൊരു സ്ഥലത്താണ് ഞാനുള്ളത്. സോ ഞാനിവിടെ കുറച്ച് മലയാളീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ സ്റ്റേ ചെയ്തൊരു ഹോസ്റ്റലിലാണ്. അവിടെ ആൾക്കാരൊന്നുമില്ല. ലൈക്ക് ഫുൾ എംപ്റ്റി ആയിട്ട് കിടക്കുന്നൊരു ഹോസ്റ്റലാണ്. സോ ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്തേക്ക് ട്രെയിൻ എടുത്ത് പോവാണ്. വേറെ മലയാളീസിൻ്റെ അവർ വരും. അവരങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഇപ്പം ഇന്നലെ രാത്രി എത്തിയിട്ട് കിടന്നുറങ്ങി എണീച്ചിട്ട് ഇപ്പോൾ രാവിലെ പോകുന്നത്. ആരൊക്കെയോ എന്നോട് പറഞ്ഞാലും വില്ലേജസൊക്കെ എക്സ്പ്ലോർ ചെയ്യാത്തതാണ്. ഇവിടുത്തെ ഒരു നമ്മൾ റാൻഡം സ്ട്രേഞ്ചർ ആണല്ലോ. ജസ്റ്റ് വില്ലേജിൽ പോയിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അങ്ങനെയൊന്നും പറ്റൂല. ഇവിടുത്തെ വില്ലേജ് കണ്ടില്ല, ഇതാണ്. ഇവിടെ ആൾക്കാരൊന്നും പുറത്തൊന്നും കാണൂല. അത് ചിലപ്പോൾ ഡോഗ്സ് ഇങ്ങനെ കളിക്കുന്നുണ്ടാവും, കിടന്നുറങ്ങുന്നുണ്ടാവും. അതൊക്കെയാണ് ഇവിടുത്തെ വില്ലേജസ്. അല്ലാണ്ട് അങ്ങനെയല്ല. എനിക്ക് സിറ്റിയും ബിൽഡിങ് കണ്ട് മടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വില്ലേജ് സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. ക്യാപിറ്റൽ സിറ്റിയിലേക്ക് ഞാൻ പോകുന്നേ ഇല്ല കേട്ടോ. ഞാനിതവിടെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ ഇവിടെ നിന്നൊരു 3-4 ട്രെയിൻ മാറി കയറിയിട്ട് വേണം പോകാനായിട്ട്. ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല. ഹായ്, എന്തൊരു വിശേഷം? പേര് സച്ചിൻ. ഓക്കെ. നാട്ടില് ചാലക്കുടി. ഓക്കെ. ഇവിടെ എത്ര വർഷമായി? ഇവിടെ ഓൾമോസ്റ്റ് 3 വർഷം. 3 വർഷം. എങ്ങനെ പോകണം ഇവിടുത്തെ ലൈഫ്? അടിപൊളി, കുഴപ്പമില്ല. നമ്മ ഒരു സിറ്റിയിൽ നിന്ന് മാറി ഒരു കൺട്രി സൈഡ് ആയതുകൊണ്ട് ഒരു കുറച്ച് ക്വൈറ്റ് ആൻഡ് കാം ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇവിടെ വന്നപ്പോൾ എനിക്കും സമാധാനമുണ്ട്. കാരണം ഞാൻ സിറ്റിയിലാണ് ഉള്ളത്. ഇവിടെ ഉണ്ടോ ചെറിയൊരു ട്രെയിൻ സ്റ്റേഷനൊക്കെയാണ് കാണുന്നത് തന്നെ. ലൈക്ക് കൺട്രി സൈഡാണ്. ലൈക്ക് ഒരു വില്ലേജ് അങ്ങനത്തെ ചെറിയ ഏരിയയിലാണ്. സാറോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണിത്. അവിടെ എഴുതിയേക്കുന്നുണ്ടോ സാറോന്ന്. അതാണ് സ്ഥലത്തിൻ്റെ പേര്. ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി മാറി മാറി കയറിയിട്ട് വേണം നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകാൻ. ഒരു ഫോറസ്റ്റ് ഏരിയയില ബിൽഡിംഗ് കണ്ട് എനിക്ക് മടുത്ത്. അതുകൊണ്ട് ഫോറസ്റ്റ് സൈഡിലേക്ക് പോകുന്ന. അവിടുന്ന് 3 ട്രെയിൻ എടുത്തിട്ട് ഇതേ സ്വബോക്ത എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ട് കേട്ടോ. ഇത് വില്ലേജ് ഒരു ഏരിയ ആണ്. ലൈക്ക് ഭയങ്കര വലിയ ടൗൺ ഒന്നുമല്ല, ചെറിയ ടൗൺ ആണ്. അപ്പോൾ നമ്മളിന്ന് ഹൈക്കിങ്ങിനാണ് പോകുന്നത്. നമ്മൾ ഹൈക്കിങ്ങിനല്ലേ പോകുന്നത്? എത്ര കിലോമീറ്ററാ? ഓൾമോസ്റ്റ് ഒരു 4 hours 30 minutes അത് നമ്മൾ നടക്കുന്നതിനനുസരിച്ച് ടൈം കൂടും കുറയും ചെയ്യും. കിലോമീറ്റർ 17 കിലോമീറ്റർ. നോക്കാം എന്താവുന്നത്. ആ നേപ്പാളിൽ വീണേ പിന്നെ എൻ്റെ കാല് ഇപ്പോഴും ഫുള്ളായിട്ട് റെഡി ആയിട്ടില്ല. കാരണം ആ നഖം ഇനി പറഞ്ഞു പോരണം എൻ്റെ കാലിലത്. എന്നാൽ മാത്രമാണ് അത് ഫുള്ളായിട്ട്. ഇനി പുതിയത് വന്നാലേ ഓക്കെ ആവുള്ളൂ. കാരണം ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ലാൻഡ് മാർക്സ് ഉണ്ട്. ഒരു യെല്ലോ ലൈൻ വെച്ചിട്ട് വാക്കിങ്ങിന് വേണ്ടിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഗൈഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ. സോ നല്ല രസമുള്ള പൂവാണല്ലോ അത്. ആ വെറൈറ്റി പൂവോ നോക്ക്. ആ പൂ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒരു പൂവ്. നല്ല ഭംഗിയുണ്ടല്ലോ. ഇപ്പോൾ സമ്മർ ഓൾമോസ്റ്റ് സ്റ്റാർട്ടായി. അപ്പോൾ നല്ല വെതറാണ്, നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനൊക്കെ പറ്റിയതാണ്. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ട്രക്കിങ്ങിനെ പോകാമല്ലോ. സിറ്റി കാണണ്ടല്ലോ. ഓൾഡ് ടൗണും കാസിലും സ്ക്വയറും ഒന്നും കാണാണ്ട് പോവാലോ. എന്താ അവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കാട്ടിലൂടെ ഹൈക്ക് ചെയ്തിട്ട് ഇങ്ങനെ കയറാനുള്ള വഴിയാണ്. അത് മതി എനിക്ക്. നാച്ചുറലി ഉള്ള സ്ഥലങ്ങൾ മതി. നമ്മളിതവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഇത് പ്രോൺസിൻ്റെ ഷ്രിമ്പ് 2 ടൈപ്പ്. അല്ല, ഇത് സാൽമൺ അല്ലേ? ഇത് സാൽമൺ, ഇത് ഷ്രിമ്പ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊരു ടൈപ്പ് ബ്രെഡും തന്നിട്ടുണ്ട് കേട്ടോ. കമ്പാരിറ്റീവ്ലി ലൈക്ക് അതർ ഷെങ്കൻ കൺട്രീസിനെ പോളണ്ട് കുറച്ചുകൂടെ എക്സ്പെൻസ് കുറവല്ലേ? കുറവാണ് എക്സ്പെൻസ്. ഇപ്പോൾ എന്തിനായാലും ഫുഡിലായാലും അല്ലെങ്കിൽ ലിവിങ് എക്സ്പെൻസ് ആയാലും കുറവാണ്. എസ്പെഷ്യലി യൂറോ ആക്സെപ്റ്റഡ് കൺട്രീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് ജർമ്മനി കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവായിരിക്കും. എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ യൂറോപ്പ് ഭയങ്കര എക്സ്പെൻസീവ്. ലൈക്ക് പാരീസ് ആ സൈഡിലെ എക്സ്പെൻസീവ് കൂടുതലാണ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ട്രെയിനിൽ അങ്ങോട്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? ട്രെയിൻ ഓൾറെഡി സ്റ്റാർട്ടാണ്. നമ്മൾ ജംഗ്ഷനിൽ സ്റ്റാർട്ട് ചെയ്തത്. അല്ല, നല്ല ലൈക്ക് ഒരു ഇൻസൈഡ് ദ ഫോറസ്റ്റ് നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കയറും. ഓക്കെ. ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണ് വില്ലേജ് ഏരിയ അല്ലേ? ആ കാണുന്നത് അങ്ങോട്ടൊക്കെ അതെ ചെറിയ ചെറിയ വില്ലേജസ് ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ റാൻഡം അങ്ങോട്ട് പോകാനൊന്നും പറ്റൂലല്ലോ. പോകാം. പക്ഷേ എന്താ പറയുക,
ഒരുപാട് ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും ഒരുപാട് ഡിസ്റ്റൻസ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഹില്ലിന്റെ സൈഡിൽ കൂടെ പോയിട്ടുണ്ട്. അല്ല ഞാൻ പറയാ അവിടെ പോയാലും അവര് നമ്മളെ വെൽക്കം ചെയ്ത് വീട്ടിൽ വിളിച്ചുകൊണ്ടുപോകുന്നില്ല. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ല അതൊന്നുമില്ല. അതാണ് എല്ലാവരും അടുത്ത് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ് എന്താ വില്ലേജ് ഒന്നും പോവാത്ത. യൂറോപ്പില് വില്ലേജ് പോകല് പോസിബിൾ അല്ല. പ്രൈവസി ഭയങ്കര കൺസേൺ ആണ് അവരുടെ പേഴ്സണൽ ലൈഫ് പ്രൈവസി ഭയങ്കര. അത് അവർക്ക് ഭയങ്കര ഈവൻ വീഡിയോസ് എടുക്കുന്ന പോലെ അവർക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ട്രെയിനിലൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് അങ്ങനെ വീഡിയോസ് എടുക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇറ്റലിയിലൊക്കെ പോയ സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ലൈക്ക് പബ്ലിക് സ്ഥലത്ത് ടൂറിസ്റ്റിക് സ്പോട്ടിൽ വീഡിയോ എടുക്കുന്ന പോലും നമ്മളൊരാളെ റാൻഡമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് എടുക്കുന്നില്ല. എന്നിട്ട് തന്നെ അവർക്ക് ഇഷ്ടമല്ല. നമ്മൾ ജസ്റ്റ് എല്ലാവരെയും കൂടെ അങ്ങനെ എടുക്കുകയുള്ളൂ. എന്നാലും അവർ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയും. അതാണ് ഓരോ കൺട്രിക്ക് ഓരോ പോലെ. പക്ഷെ യൂറോപ്പിന് ഇങ്ങനെയാണ്. ഇനി ഞാൻ സൗത്ത് അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. വില്ലേജസിലേക്ക് പോകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇപ്പം അർജൻറ്റീനയിലും ബ്രസീലായാലും കുറച്ചും കൂടെ ഡെവലപ്ഡ് കൺട്രിയാണ്. ഉള്ളിൽ വില്ലേജസിലേക്കൊക്കെ പിന്നെ വലിയ കൺട്രിയാണ് രണ്ടും. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലേക്ക് പോലും കുറച്ച് ടാസ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇനി നെക്സ്റ്റ് സ്വിറ്റ്സർലൻഡിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് ഈ മാസം ലൈക്ക് മെയ് 24 ഞാൻ ജനീവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് സ്വിറ്റ്സർലൻഡ് ഇറങ്ങിയിട്ട് 28 വൈകിട്ടാണ് ഞാൻ ബ്രസീലിലേക്ക് പോകുന്നത്. സാൻ പൗളോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞാൻ ബ്രസീലിൽ പോകുന്നത്. ഞാൻ റെസീഫെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് റീസ്കെഡ്യൂൾ ചെയ്തു. ഞാൻ പോളണ്ടിൽ നിന്ന് മാൻഡ്രിഡിലേക്കാണ് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായി. ആ മാൻഡ്രിഡിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് ഡയറക്റ്റ് ഉണ്ടായത് റെസീഫയിലേക്ക്. അത് ചേഞ്ച് ചെയ്തു. 2 ഫ്ലൈറ്റ്സ് ചേഞ്ച് ചെയ്തു. ആ കാണുന്നുണ്ടോ അതൊക്കെയാണ് വീടുകളും വില്ലേജസ്. ഇവിടുത്തെ വില്ലേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലുതാണ് കേട്ടോ. ഇത്രയും വലിയ വീടുകളൊക്കെയാണ് അവിടെ കണ്ടോ. അവിടെ ആണെങ്കിലും നല്ല പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമാണ്. അവിടെയൊക്കെ നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ടെല്ലാം പോവാം. അല്ലാണ്ട് നമുക്ക് ഒരു പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്. കണ്ടില്ലേ നമുക്ക് നല്ല രസമാണ് ആ ഏരിയയൊക്കെ. ഒരൊറ്റ വീടും കുറേ ഫാം ഹൗസും അങ്ങനെ ഇതുണ്ടോ. ഇതൊക്കെ ഇവിടുത്തെ വില്ലേജ് സ്ലോ ലൈഫാണ് കാണുന്നത്. പുറത്തുനിന്ന് ആൾക്കാരെ കാണുന്നു പോലുമില്ല. സൈലൻ്റാണ് ഭയങ്കര. ഇവർക്ക് ഭയങ്കര സമാധാനം ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഭയങ്കര പീസായിട്ടിരിക്കുന്നത് കണ്ടോ. ഇതൊക്കെയാണ് വീടുകളൊക്കെ ഭയങ്കര വലിയ വലിയ വീടായിരിക്കും, എസ്പെഷ്യലി വില്ലേജസിൽ. ഈവൻ സിറ്റീസിലാണ് പിന്നെയും ചെറിയ വീടുകളൊക്കെ ഉണ്ടാവുക. നമ്മളത് അവിടെ ട്രെയിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. ഉള്ളിലേക്ക് വഴിയുണ്ട്. ഇതൊക്കെ വണ്ടിയും കൂടെ പോകുന്ന വഴി തന്നെയാണ് കാണുന്നത്. എന്തൊരു സമാധാനം. പച്ചപ്പ്, മരം, ഇതൊന്നും കാണാണ്ട് ഇത്രയും ദിവസം ബിൽഡിങ് മാത്രം കണ്ട് ഭ്രാന്തായിട്ടിരിക്കുമായിരുന്നു. ഇതുവഴിയാണ് ഇത്ര നേരം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടയിൽ ഇങ്ങനെ ഒരു വഴി കണ്ടപ്പോൾ നമ്മൾ ഇതുവഴി കയറി പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു ഹൈക്കിംഗ് ട്രയലാണ്. ഭയങ്കര പീസ്ഫുൾ. നോക്കി ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ അവിടെ. കല്ല് വെച്ചിട്ട് അവരുണ്ടാക്കിയേക്കുന്നത്. നമ്മളിത് ഇവിടെ ഡെഡ് എൻഡ് എത്തി. വഴിയുണ്ടാ ഫുൾ കാട് ഉണ്ടോ? ഇല്ല, തിക്ക് ഫോറസ്റ്റാ. പോവാന്നോ? എങ്ങനെ വഴി ഉണ്ടാക്കി പോകാൻ പറ്റുമോ? കാട്ടിനുള്ളിൽ കയറി പോകണം. ഫുൾ തിക്ക് ഫോറസ്റ്റ്. ആ വഴി വേണം കയറാൻ. വഴിയില്ല. പോവാൻ പറ്റുമോ? ടാസ്കാന്ന് തോന്നുന്നുണ്ടല്ലോ കണ്ടിട്ട്. വാ, വേറെ വഴി പോവാം. ഒന്നാമത് ഗിയർ പാൻ്റൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. ഫുൾ മുള്ളും. കൂടുതൽ തിക്കല്ലേ, ഒന്നും കാണാനില്ല. കണ്ടോ അവിടെ ഒരു വഴി കാണണ്ടേ. ഇവിടെ എത്തിയപ്പോൾ തീരെ വഴിയില്ല. നമുക്ക് ഫോണിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ മുന്നുള്ള വഴിയായിരിക്കും. ഇപ്പം ഇല്ല എന്തായാലും. 50 മീറ്ററോ? അത്രയില്ലേ? 50 മീറ്റർ ഉള്ളെങ്കിൽ പോവാലോ. വെയിറ്റ് ചെയ്യട്ടാ. ഇത് ഇവിടെ ഫുള്ള് മുള്ളിൻ്റെ ചെടിയൊക്കെ ഉണ്ട്. നിറയെ മുള്ളിൻ്റെ ചെടിയാ. ഇവിടെ എത്തുമോ? 50 മീറ്റർ വഴിയുണ്ടാ? വേണ്ട, ഈ ചെടിയൊക്കെ ഉണ്ടോ? ഫുൾ മുള്ളാണ്. ആ വഴി തെറ്റി, മീൻസ് ആ വഴി ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാൻ. അപ്പോൾ നമ്മൾ തിരിച്ച് ഇതുവഴി തന്നെ താഴേക്ക് ഇറങ്ങാം കേട്ടോ. താഴേക്ക് ഇറങ്ങിയിട്ട് മറ്റേ വഴി കൂടെ തന്നെ പോകുന്നു. ഒരു അഡ്വഞ്ചർ പിടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അഡ്വഞ്ചറിന് വഴി തീരില്ല. അവിടെ നിന്ന് നടന്നിട്ട് ഇവിടെ വേറെ വഴി കണ്ടിട്ടുണ്ട് കേട്ടോ.
ഈ വഴി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഈ വഴി പോയോക്കാം. ഇവിടെ ഈ മരത്തിലൊക്കെ ഇവിടുത്തെ അണ്ണാനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് എവിടെയോ പോയി. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കില്ലേ. ഇന്ത്യൻസും പോളിഷുകാരും വേറെ വേറെ ലുക്ക്, അതുപോലെ ഇരിക്കും. അണ്ണാനും വേറെ ലുക്കാണ്, പോളിഷ് അണ്ണാൻ. അവിടുന്ന് ഇതുവഴി കയറിയിട്ടാ. ഇപ്പോൾ കുറച്ച് കയറ്റം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാവ്സിലൊക്കെ ഒരു പിടുത്തം വരുന്നുണ്ട്, ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട്. ഫുള്ള് ചപ്പും ചവറുവാ. ഇതിൻ്റെ നടുവ് കൂടെ നോക്ക്, വാവ്, ഫുള്ള് മരം. ഓക്കെ, ഇതുവഴി ഇങ്ങനെ മുകളിലേക്ക് കയറുന്നു. അതുവഴി നടന്നതാ. ഇവിടെ ഒരു ഒറിജിനൽ വഴിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സമ്മർ സ്റ്റാർട്ടിങ് ആയുള്ളതുകൊണ്ട് അധികം ആരുമില്ലല്ലേ. 1-2 പേരെ വഴിയിൽ നിന്ന് കണ്ട്. ഇതുവഴി കണ്ടില്ല, മെയിൻ വഴി തുടങ്ങുന്നുള്ളൂ. കണ്ട ഇതുവഴി നമ്മൾ കയറി പോകണം. നമ്മളെ ഇലക്ട്രോലൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അത് കുടിച്ചോട്ടെ, എന്താ അവസ്ഥ എന്നറിയില്ല. ഇതെവിടെ ഓപ്പൺ ഒന്ന് തുറന്ന. 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രോലൈറ്റ്. ഒന്ന് നീല, ഒന്ന് വെള്ള. നല്ല ഇരുന്നപ്പോൾ നല്ല സുഖമുണ്ട്. വേണ്ട, ഫുള്ള് മര. നോക്ക്, ആ തുറന്നു. ഒരു ഗാവേൻ്റെ ടേസ്റ്റ്. ലൈറ്റ് ഗാവ, ലെമൺ, എന്തൊക്കെയോ ഒരു ടേസ്റ്റ്. നമ്മളിത് ഇതുവഴിയാണ് കേട്ടോ വന്നത്. ഫുള്ള് കല്ലും കയറ്റമാണ്. ഇനി മുകളിലേക്ക് കയറിയിട്ട് വേണം പോവാൻ. ക്ഷീണിച്ച് അവിടുന്ന് നല്ല കയറ്റമൊക്കെ കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഏറ്റവും മുകളിലൊരു പള്ളി കാണുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു 10-20 റൂട്ടുണ്ട്. അവിടെ നോക്ക്, സൈക്കിളിലൊക്കെ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സൈക്ലിങ്ങിനുള്ള ട്രാക്ക് ഉണ്ട്, പല ഉണ്ട്. വണ്ടിയിൽ വരാനുള്ളതുണ്ട്, എല്ലാ ടൈപ്പ് റൂട്ടും ഉണ്ട്. എനിക്ക് ഇതെന്താ സ്റ്റേ ചെയ്യാൻ പറ്റുമോ? ആ, എനിക്കൊണ്ട് ഇവരോട് പെർമിഷൻ ചോദിച്ചു കൊടുത്താൽ എൻ്റെ ഒക്കെ അടിക്കാൻ പറ്റുമെന്ന്. നല്ല അടിപൊളി സ്പോട്ടും സൺറൈസും സൺസെറ്റൊക്കെ കാണാം. അന്ന് പക്ഷെ ഒരു ക്ലൗഡി വെതറാ, അങ്ങനെ സൺലൈറ്റ് ഇല്ല. മോർണിംഗിൽ നല്ല സൺലൈറ്റ് ഉണ്ടായി, അതിന് ശേഷം പിന്നെ ഇല്ല. ഇവിടെയൊക്കെ സ്നോ വീഴില്ലേ, അവിടെ എഴുതിയിട്ടുണ്ടല്ലേ എത്ര മണിക്കൂർ, എത്ര ഇത്, ഫുൾ ഡീറ്റെയിൽസ് കൊടുത്ത്. നോക്ക്, നമ്മളേതടുത്ത് യെല്ലോ 1 മണിക്കൂറും 45 മിനിറ്റും. അത് തിരിച്ചു പോകാനാണെന്നുണ്ട്, കയറി വരാൻ വേറെ ടൈം ആയിരിക്കും. സെയിം ടൈമാണോ എന്തായാലും ഇത് മനസ്സിലാവണല്ലോ. ഇത് 4 മണിക്കൂറിനൊക്കെ ഉണ്ടല്ലോ. നോക്ക്, വേണ്ട 4 hours, 2 hours, 2 മണിക്കൂറും ഓരോന്നുണ്ട്. കുറേ ഉണ്ട്, ബ്ലൂ അത് ഇത്. ഇവിടെ അതേ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് താഴേക്ക് ഇറങ്ങാം. അടിപൊളി വ്യൂ ആണ്. അടുത്ത മാസം ജൂൺ തൊട്ടിട്ട് എല്ലാവരും ഇവിടെ വന്നു തുടങ്ങുള്ളൂ അല്ലേ. സമ്മർ സ്റ്റാർട്ട് ചെയ്താൽ ആരുമില്ല, ഭയങ്കര പീസ്ഫുള്ളാ. ഇപ്പൊ വന്നാൽ നല്ല പീസ്ഫുൾ. കുറച്ച് കഴിയുമ്പോൾ ക്രൗഡായിരിക്കും. ഫോട്ടോ എടുക്കാൻ തന്നെ അവിടെ തിരക്കായിരിക്കും. നോക്ക്, അവിടെ ഫുള്ള് കാണാൻ പറ്റും. അവിടെ ഒരു ക്ലൗഡി ആയിട്ട് മങ്ങിയ പോലെ നിൽക്കുന്നുണ്ട് അല്ലേ, കുറച്ച് ബ്ലറ് വൈറ്റിൽ നിൽക്കുന്നുണ്ട്. ആ പൂക്കളാണോ അതാ യെല്ലോ? ആ, അതെന്താ പൂക്കളല്ലേ? ഇതേ വില്ലേജ് അതൊക്കെയാണ് കാണുന്നത്. എന്ത് ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് കിടക്കുന്നത്, അടിപൊളി. തിരിച്ച് നമ്മളിത് അവിടെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ, റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വന്നത് വേറെ വഴി, കയറിയത് വേറെ വഴി, ഫുൾ വേറെ വഴി കൂടെയാണ് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുള്ളത് കേട്ടോ. ആ, ഇവിടെയൊക്കെ ഉണ്ടോ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ചെറിയ റോഡും നൈസാണ്. ഇങ്ങനത്തെ വഴികളും ഗ്രാമപ്രദേശം എല്ലാം ഭയങ്കര സൈലൻ്റ് ആയിട്ട് കിടക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലേ. ദൃശ്യം 3 പോളണ്ടിലിരുന്നിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ നാട്ടിലാണെങ്കിൽ കാണാൻ പറ്റില്ലായിരുന്നു, കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ട്രാവലിൻ്റെ ഇടയിൽ അങ്ങനെ സിനിമകൾ കാണുന്നത് വളരെ കുറവാണ്. അങ്ങനെ 3-4 കൺട്രിയിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്നൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മലയാള സിനിമകൾ ഇറങ്ങിയിട്ട്. അങ്ങനെ അതിടക്ക് കാണാൻ കിട്ടുന്ന ഭാഗ്യമാണ്. നമ്മളിത് ഇവിടെ സിനിമ കാണാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ മലയാള സിനിമ ആയതുകൊണ്ട് തന്നെ മലയാളീസ് ആയിരിക്കും മൊത്തം. ഹായ്, പേര് വിവേക്, നാട്ടില് തൃശ്ശൂർ, ചാലക്കുടി. ഇത് നാട്ടിലെവിടെയായിരുന്നു?
പത്തനംതിട്ട. ഓക്കെ. ഇവിടെ വോക്കിയാണ് രണ്ടുപേരും. ഓക്കെ. സോ നമ്മളിത് ഇവിടെ KFC ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവർ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. KFC ആണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം സിനിമ കാണാൻ. അപ്പോൾ ഞാനിതാ ഈ ഒരു മാർഷലിൻ്റെ മേജർ 5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, എന്താ പറയുക, ഹെഡ്സെറ്റ്. അത് ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ഇവിടെ നാട്ടിനെ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് കുറച്ചും കൂടെ കുറവാണ്. ലൈക്ക് ബാക്കി എല്ലാ സംഭവത്തിനും ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ഇത് നാട്ടിൽ ഇതിനൊരു 15 രൂപയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ 10 രൂപയാണ് വരുന്നുള്ളൂ. സോ ഞാനത് മേടിച്ചിട്ടുണ്ട്. സോ അവന് ഹാപ്പി ആവും. അപ്പോൾ പുള്ളിക്കാരനാണ് നാട്ടിൽ കൊണ്ടുപോകുന്നത്. സേഫായിട്ട് എത്തിക്കണേ. ഓക്കെ. എന്നാ നാട്ടിലെത്തണേ? 3-ാം തീയതി കൊച്ചിയിൽ രാവിലെ 7:30. ഓക്കെ. ജൂൺ 3-ാം തീയതി. ഓക്കെ. അപ്പൊ ജൂൺ 3-ാം തീയതി ആള് നാട്ടിലേക്ക് പോകുന്നുള്ളതുകൊണ്ട് കറക്റ്റ് ടൈം ആയിരുന്നല്ലേ? അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ, ഞാൻ ആക്ച്വലി പോകാൻ ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ ആ ഒരു ടൈമിലൊക്കെ പോകുള്ളൂ. അപ്പോൾ ഒരു 4 മാസം വീണ്ടും ഞാനിത് ഏറ്റി നടക്കണം. എൻ്റെ ബാഗിൽ ഓൾറെഡി സ്പേസ് ഇല്ല, ഫുൾ കൺജസ്റ്റഡാ. അത് ഏറ്റി നടക്കേണ്ടി വന്നേനെ. അപ്പം എന്തായാലും എൻ്റെ ഗിഫ്റ്റാണ്. അപ്പോൾ അതവിടെ എത്തിക്കോളും, കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ്. ഇന്നലെ സിനിമ എല്ലാം കണ്ടിട്ട് വന്ന് ലേറ്റായി കിടന്നുറങ്ങി, ഇപ്പം എണീച്ച്. അപ്പം ഇന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് കുറേ ആൾക്കാരുണ്ട്. ഇതോ അപ്പം അവരെല്ലാവരും കാണിച്ചു തരാം. ഹായ് ഹായ് ഹായ്, ഹൗ ആർ യു? ഇത് ഫ്രണ്ട് അല്ലേ? വിവേക്. ഹായ്. Okay. I'm Magda. Hello. Magda. Magda. Yes. Nice to meet you, Magda. Nice to meet you too. Okay. This is Magdim. This is my son. Okay, your Maciej. son. Hi. Hi, Maciej. How are you? Good. Okay. Okay. Thank you so much. എനിക്ക് എന്തോ ഗിഫ്റ്റ് എല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. Thank you. Thanks a lot. No problem. Okay. നമ്മൾ എവിടേക്കാ പോണേ? Where we are going? Okay, you can select it. We can go now to I can of Polish. Yeah. Because this is a little bit difficult to English. Nice. Okay. Tama w Zagórzu Śląskim. Okay. This is big water. We can see all. This is very nice place. Okay. നമ്മുടെ നാട്ടിലൊരു ഡാമാണ്, ഇവിടുത്തെ പോളണ്ടിലുള്ളൊരു ഡാമാണ്. അപ്പോൾ അവിടുത്തെ ആ റിസർവറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഔട്ട് സൈഡ്, ഒരു കൺട്രി സൈഡ് ആയിട്ട് കാണണം. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകുമ്പോൾ കുറച്ച് അടിപൊളിയായിരിക്കും. ഓക്കെ. സോ നമ്മൾ ആദ്യം അങ്ങോട്ട് പോകുന്നു, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് പോകുന്നു. നമ്മളെങ്ങനെയാ പോകുന്നേ? പുള്ളിക്കാരിയാണ് നമ്മളെ ഇന്ന് നമ്മുടെ ട്രാവൽ കമ്പാനിയൻ. ഓക്കെ. പുള്ളിക്കാരിയാണ് നമ്മളെ പോളണ്ട് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും. ഓക്കെ. താങ്ക് യു. I understand all. ഞാൻ ഇപ്പഴാ നോക്കി ഗിഫ്റ്റ് എന്താന്നുള്ളത്. കൊറേ സ്നാക്സ്. Polish cake. അയ്യോ, എന്തോ ഇവിടുത്തെ അടിപൊളി കേക്ക്, പിന്നെ Polish chocolate. എന്തൊക്കെയോ ചോക്ലേറ്റ്. Yeah. പോളിഷ് ചോക്ലേറ്റ് ആന്ന് പറഞ്ഞോ. And here this is bag. Okay, this one is so nice. Wow. From Poland. Oh, thank you. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന്റെ ബാഗ്, ഇത് വള്ളിയുള്ള ബാഗാ? Yeah. Okay. Yeah. This is Wow, nice. this is paint. Yeah. Okay. This is Stregom. Okay, nice. Our castle, very big castle. Okay. School and Yeah, nice. Okay. താങ്ക് യു. നമ്മളിതാ കാറിൽ കയറിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഒരു 36 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് അങ്ങോട്ട്. കണ്ടോ, പോകുന്ന വഴിക്കൊക്കെ ഇവിടെ കുറെ കൃഷിയാണ് കാണുന്നത്. വാട്ട് ഈസ് ദിസ്? ലൈക്ക് വാട്ട് കൾട്ടിവേഷൻ ഈസ് ദിസ്? ലൈക്ക് വാട്ട് ഫാർമിംഗ്? we go now to Świdnica. No, I'm asking about this one. Corn? Yeah. Probably. ഓക്കെ, കോണാന്ന് തോന്നുന്നു. പുള്ളിക്കാരിക്ക് എന്നെ കറക്റ്റ് അറിയില്ല കേട്ടോ. This is ശരിയാണ്. ഇവിടെ ഫുൾ പോളിഷ് ആണ് ലാംഗ്വേജ്. സോ പുള്ളിക്കാരിക്ക് ഇംഗ്ലീഷ് തന്നെ ലൈക്ക് ഒരുപാട് അറിയില്ല, കുറച്ച് അറിയുള്ളൂ. അതൊരു ഓയിൽ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ വെജിറ്റബിളിലേക്ക്. This is how plants. So you make with that yellow flower, you make some oil or You something like make that? oil. Oil. Yeah. Sunflower or Oil to eat. No, what kind of oil is that? The name, vegetable oil or how it called? Rzepakowy. That's, I don't know how it's in English, you know. I must check. Yeah, I understand. പുള്ളിക്കാരിക്ക് നമ്മളെ പോലെ ഇംഗ്ലീഷ് യൂസ് ട്രാൻസ്ലേറ്റ് വേണം, നമുക്ക് പോളിഷ് യൂസ് ചെയ്യാൻ പോലെ. You can translate it. അതാണ്. ഇവിടെ ഇത് പൊട്ടാറ്റോ. ഇറ്റ്സ് എ പൊട്ടാറ്റോ.
I think so. 1 second. Yeah. I think so. Yeah. ഉരുളക്കിഴങ്ങിന്റെ കൃഷിയാണെന്നാണ് Potato. കണ്ടിട്ട് എനിക്ക് മനസ്സിലായത്. ഞാൻ ലൈക്ക് ഇപ്പൊ റീസെന്റ് നേപ്പാൾ പോയപ്പോ തന്നെ അവിടെ മൊത്തം പൊട്ടാറ്റോ ഉണ്ടായിരുന്നു. And here ഇത് എല്ലാവിടെയും ഇത് തന്നെയാണ് കേട്ടോ. ഇവിടെ മോസ്റ്റ്ലി എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും കണ്ടോ, യെല്ലോ കളറിൽ. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, കാരണം ഒരു യെല്ലോ ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ എല്ലാവിടെയും ഇങ്ങനെ പൂക്കളായിട്ട് നിൽക്കുന്ന പോലെയാണ്. ഇപ്പൊ സ്പ്രിംഗ് സീസൺ അല്ലേ? ആ കണ്ടോ, നോക്ക് പോകുന്ന വഴിയൊക്കെ ചെറിയ റോഡും ഇങ്ങനെ കൺട്രി സൈഡ് എല്ലാം കുറച്ചും കൂടെ പീസ്ഫുൾ ആണ്. ഈ ഏരിയക്ക് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇപ്പോൾ സ്പ്രിംഗ് ആയതുകൊണ്ട് തന്നെ മോർ ഗ്രീൻ, കുറേ പൂക്കള് സൈഡിലൊക്കെ ഉണ്ടോ, പൂക്കളൊക്കെ ആയിട്ട്. പിന്നെ നല്ല വെതറും. ആ കാണുന്ന ആ ഡാം, യാ അവിടെ ആ ഡാം ദൂരേന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങളെ തൃശ്ശൂര് കൊറേ ഡാമില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഡാമിൽ കൊടുന്നത് അല്ലേ? തൃശ്ശൂര് കൊറേ ഡാമിൽ ഞാൻ പോയിട്ടുണ്ട്. ഫൈനലി നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഡാം. കണ്ടോ, നമ്മളെ നാട്ടിലെ ഡാം പോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ കുറേ മരങ്ങളും പച്ചപ്പും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മരങ്ങളാണ്. കണ്ടോ, ഇവിടെ എന്താ എല്ലാം കൂടെ അടിഞ്ഞ് ഇവിടെ കൂടിയേക്കുന്നത് ഇല്ല, വേസ്റ്റ് എല്ലാം അവിടെ എല്ലാം ക്ലിയർ ആയിട്ട്. അവിടെ പിള്ളേർക്കുള്ള ബോട്ടിങ് എന്തുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ വേണ്ട, നല്ല രസമുണ്ടത് കാണാൻ. ഇവിടെ മോസ്റ്റ്ലി എല്ലാവരും സൈക്കിളിലാണ് വരുന്നത്. സൈക്കിളിൽ ഒരു കിലോമീറ്റേഴ്സ് പോട്ടോ. എല്ലാവരുടെ വീട്ടിലും ഒരു സൈക്കിളും ഒരു ഡോഗും ഒക്കെ ഉണ്ടാവും അല്ലേ? ഇവിടെ ഇതെന്ന് പറയുന്നത് ഏകദേശം ഹൈക്കിങ്ങിന്റെ ഏരിയ ആണ്. ഈ സൈക്ലിങ്ങിനൊക്കെ കുറെ സ്പേസ് ഉണ്ട്. എല്ലാവരും ഒരുപാട് പേര് വരും. കുറേ സൈക്കിളായിട്ട് തന്നെ മെയിനായിട്ട് ഇവിടെ ആൾക്കാരുള്ളൂ. സൈക്കിളായിട്ട് വരുന്നവരാണ് ഇവിടെ നിർത്തണത്, അല്ലാണ്ട് കാറിൽ വരുന്നവർ നമ്മളെപ്പോലെ വളരെ കുറവാണ്. ചെറിയ ഡാമാണ് കണ്ടോ, വെള്ളമൊന്നും ഇല്ല അവിടെയൊക്കെ, വെള്ളം ഇല്ല, ഒന്നുമില്ല. ഇവിടെ അവര് ഇന്ത്യയിലെ ഗോഡിന്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞ് കൊടുക്കാൻ കേട്ടോ. ഹിന്ദുയിസവും ഇതൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ടേ. എനിക്കറിയാത്ത അറിവ് വരെ അവിടെ ഉണ്ട്. 3 ഇത് മറ്റേത് വേർഷിപ്പ് ചെയ്യണ കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഈ ടൈമിൽ വന്നോണ്ട് മൊത്തം ഗ്രീൻ ആയിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ ഓരോ വെതർ മാറുന്നതിനനുസരിച്ചും ഇവിടുത്തെ ലുക്ക് മൊത്തത്തിൽ മാറും. ഇവിടെ എല്ലാവരും സൈക്കിൾ ചെയ്യുന്ന ആൾക്കാർ, ഡോഗനെ കൊണ്ട് നടക്കുന്നവരൊക്കെയാണ് വരുന്നത്. Hi, hi. No dobra dia. Dzień dobry. So this is natural fermented honey like wine, traditional Polish alcohol from medieval time. Okay. And first we have raps honey, juniper berries, cinnamon, hops and valerian, semi-dry. Okay. Pani próbuje? Cheers. Cheers. This is really good if you eat something heavy to your stomach and to keep cold. It's naturally fermented. Naturally fermented. Second one, we have intensive taste. Yes. Raps honey, orange, cinnamon, cardamom and anise. നമ്മളിത് ഇവിടെ കാസിലിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ സിറ്റിയിലുള്ള കാസിലിനും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. കുറച്ചുകൂടെ ചെറിയൊരു കാസിലാണ്. ചെറിയ കാസിലാണല്ലേ, മറ്റേ സിറ്റിയിൽ വലുതായിരിക്കും, കുറച്ചുകൂടെ നല്ല വലുതാണ്. നല്ല വെതറായതുകൊണ്ട് നല്ല ലൈറ്റിംഗ് ഉണ്ട്, നല്ല തണുത്ത കാറ്റും, നൈസ് വെതർ. ഇതൊരു കാസിലാണ്. അതായത് ആക്ച്വലി ഈ സ്ഥലം പണ്ട് ജർമ്മനിയുടെ അണ്ടറിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ബ്രിട്ടീഷ് ഗേൾ, അതായത് ഡെയ്സി എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഗേളിനെ ഇവിടുത്തെ ജർമ്മൻ റൂളർ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന്, എന്നിട്ട് അതിനുശേഷം ആ ഒരു പുള്ളിക്കാരിയാണ് ഇവിടെ ഭരിച്ചത്. ആ സമയത്ത് ഇത് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം വളരെ ഒരു ഗോൾഡൻ ഏജിൽ, അതായത് ആ ഒരു ഗോൾഡൻ റൂളായിരുന്നു ഇവിടെ. അടിപൊളിയായിരുന്നു, എല്ലാവരും ഭയങ്കര എക്സൈറ്റിംഗ്, ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു ആ ടൈമായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിന് പറയുന്നത് എന്താ പറയുക, ലേഡി ഓഫ് കാസിൽ നിന്നാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാരണം ആ ഒരു ടൈം പീരീഡിൽ ആ ഡെയ്സി ഫ്രം ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആ ഒരു പുള്ളിക്കാരി ഇവിടെ ഭരിച്ചതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മെമ്മറി, ഒരു സൈൻ ആയിട്ടാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. നമ്മളിത് ഇവിടെ കോഫിയൊക്കെ കുടിച്ചോണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? ഞാൻ ഓർഡർ ചെയ്തത് ഇതായിരുന്നു, ലാറ്റെ. പക്ഷെ ഐസ്ഡാണ് ഞാൻ ഇതുവരെ കഴിച്ചുള്ളൂ. ചൂടുള്ള ആകെ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുക, അതുകൂടി ഇല്ല. അപ്പൊ എന്താ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. വാട്ട്സ് ദ നെയിം ഓഫ് ദസ്? പിയാറോഗി. നമ്മളെ മോമോസ് പോലെ ഇറ്റ് നമ്മളെ മോമോസ് പോലത്തെ സാധനം. വാട്ട്സ് ദ ഫില്ലിംഗ് ഇൻസൈഡ്? Pokaż środek. Weź tutaj na pół pierożka.
I pokażę, jak wygląda w środku. Potato and white cheese. ഓക്കെ ചീസ് ആൻഡ് Cheese, പൊട്ടാറ്റോ a little bit onion, salt, pepper. ഇതിൽ വേറെ വെറൈറ്റി ഉണ്ട്. നമുക്ക് അതിൽ മീറ്റ് ഫില്ലിങ്സ് ഉള്ള സെപ്പറേറ്റും ഉണ്ട്. ഓക്കെ I'll try a little Yeah, bit. try. Yeah, that's one. You can try. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? നമ്മളിപ്പോ ഒരു സ്ഥലത്തിന്റെ പേര് നമുക്ക് പറയാൻ വലിയ പോളിഷിലായതുകൊണ്ട് അപ്പൊ What's the name of this place? കൊളറോങ്ക Rudawy Janowickie. Yeah, അതന്നെ. Rudawy Janowickie. ഹൃദയ യറോനുയിറ്റ്സ്കെ. Yeah. So it's like a lake. It's really hard. Yeah. Lake ആണ്. ഒരു Colorful lake. കളർഫുൾസ് ലേക്ക് ആണ്. നമുക്കൊരു 3-4 ലേക്ക് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ ഓരോ ഡെസ്റ്റിനേഷനിലും ലേക്ക് ഡിഫറെന്റ് ആണ്. നമുക്ക് പോകുമ്പോൾ കാണാം. Yeah, let's see. റെഡ് കളറില് ലേക്ക് കാണിച്ചാന്ന് പറഞ്ഞിട്ട് വലിയ ലേക്ക് കാണിക്കാൻ വന്നാട്ടോ. നോക്ക് ഇതിലെവിടെ ലേക്ക്? എവിടെ എവിടെ? താഴേക്ക് പോവാം. താഴേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റും. സൂം ചെയ്ത് കാണിച്ചു തരാന്നാ. ഇതാണ് ലേക്ക്. ലേക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു തരണേ. നമ്മൾ കേരളത്തിൽ നിന്നുള്ള അത് മറക്കണ്ട. We have lots of water resources in India. Lots of like big rivers, really beautiful lakes, lots of things we have. Yeah, this is small. Yeah, Don't. very tiny. Yeah. But it's അത് റെഡ് കളറാണെന്നാണ് പറയുന്നത്, പക്ഷെ ഒരു ബ്ലാക്ക് കളർ പോലെയാണ് നമുക്ക് ഓപ്പൺ ഐസ് നേക്കഡ് ഐസിലാണ് നമുക്ക് നാക്ഡ് ഐസാ നെക്ഡ് ഐസിലാണ് നമുക്കത് കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് കാണുള്ളൂ. പിന്നെ നമുക്ക് അങ്ങോട്ട് അടുത്തേക്ക് പോയി കാണാനുള്ള ഒരു പെർമിഷൻ സച്ചിൻ ഒരു ഫോട്ടോഗ്രാഫറാണ്, അപ്പൊ പറയുന്നത് ശരിയായിരിക്കും അല്ലേ? ശരിയായിരിക്കില്ല, ശരിയാണ്. നമുക്ക് ഇതിൽ കാണിച്ചേക്കുന്നുണ്ടല്ലേ, ഈ റെഡ് കിട്ടില്ലെങ്കിലും ഇതിൽ കാണിച്ചേക്കുന്ന ഒരു റെഡിഷ് ആണ് അതിലേക്ക് വരുന്നത്. അപ്കമിങ് നെക്സ്റ്റ് സ്നോ ഉള്ള ടൈമാണല്ലോ. ഈ മണ്ണില് മിനറൽസ് കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ടാണ് കളർ ചേഞ്ച് ചെയ്യുന്നത്. ഫൈനലി ഇതാ ലാസ്റ്റ് ലേക്കിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് അല്ലേ? ഒരെണ്ണോട് മുള്ളുണ്ടല്ലേ. വല്ല 1 കിലോമീറ്റർ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇത് ബ്ലൂ ആണ്, പക്ഷെ കാണാൻ പറ്റുന്നില്ല, അതിൻ്റെ വെളിച്ചടിച്ചിട്ടാന്ന് തോന്നുന്നു. അതെ, വളരെ കുറച്ച് ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. മെയിനായിട്ടൊരു ഹൈക്കിങ് ചെയ്ത് എത്തുക എന്നുള്ള ഒരു സംഭവമാണ്. ഇനിയും ഒരു ലേക്ക് മുകളിലേക്ക് പോകാനുണ്ട്. ഇവിടെ കുറച്ചുകൂടെ കാണാൻ പറ്റുന്നു ബ്ലൂ, എന്നാലും ഷെയ്ഡ്സാ. ഇവിടെ വഴിയിൽ ഡോഗിനെ കണ്ടിട്ടോ, വഴി തെറ്റി വന്നാന്നിട്ട് രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ കാറൊക്കെ തിരിച്ചിട്ടൊക്കെ വരികയാണ്. അതാ വീട്ടിലല്ലേ, ആ വീട്ടിലെങ്ങാണ്ട് ഡോഗാണ് കേട്ടാ. അതെ, ഇപ്പൊ കാറി കയറ്റിയാനെ, ആരും ഇല്ല, അനാദിയാന്ന് വിചാരിച്ച് അഡോപ്റ്റ് ചെയ്തേനെ. ഇപ്പൊ സമയം 8 മണിയായിരുന്നു കേട്ടോ. ഈ ടൈമിലാണ് നമ്മളിതേ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. സാലഡ്, ഫിഷ്, ഫ്രഞ്ച് ഫ്രൈസ്, ഇതൊക്കെയാണ് ഫുഡ്. നമ്മളിതാ തിരിച്ച് നമ്മളെ സ്ഥലത്ത് സാറോയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സമയം ഒരു 10 മണിയായിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ബൈ പറയാൻ പോണോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. It was very nice. You made my day. Nice to meet you. I was so happy. Thank you so much. Me too. Thank Yeah, you. thank you. Bye bye. Yeah, we will meet again. Yes. Yeah, in future. അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. ആൻഡ് താങ്ക് യു വിവേക്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സച്ചിൻ, താങ്ക് യു. കാരണം ലൈക്ക് യൂറോപ്പിൽ വന്നിട്ട് ഞാൻ മലയാളീസിൻ്റെ കൂടെ മാത്രമായിരുന്നു. ഇൻ യൂറോപ്പ് like you are the first one, like the local people I was going with everywhere, so it's really fun. We had lots of fun. Yeah. Thank you so much. Thank you so much. അപ്പോൾ കാരണം ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുന്നു. കാരണം നമുക്ക് ഒരാൾ അറിയുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ് അവരുടെ കൂടെയൊക്കെ പോകാനായിട്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.